ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ആദ്യം പറയട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഒന്നുകിൽ ജോലിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കണേ, ദിവസവും 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഉച്ചമയക്കത്തിന് മുമ്പായിരിക്കാം. എപ്പോഴെങ്കിലും അരമണിക്കൂർ വെച്ചോ 1 മണിക്കൂർ വെച്ചോ എങ്ങനെയായിരുന്നാലും ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ പഠിക്കുവാനുള്ള സമയം LGSന് വേണ്ടിയിട്ട് നമ്മൾ കാണും. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുവാനുള്ളത് മുൻകാല ചോദ്യങ്ങൾ അഥവാ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് പരിഗണിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നടന്ന 2024 ഏകദേശം 5ഓളം LGSന്റെ മെയിൻ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ LGSന്റെ അതേ സിലബസ് ബേസിലുള്ള എക്സാമുകൾ നടന്നിരുന്നു. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളവയാണ്. അതായത് വർഷങ്ങളായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ അതുപോലെ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ എന്തായിരുന്നാലും LGS പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അതിനകത്ത് മുൻകാല ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മുൻകാല ചോദ്യങ്ങൾ പഠിക്കണം. 2023 2024 കാലയളവിലെ ആനുകാലിക സംഭവങ്ങൾ പഠിക്കണം. അഥവാ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെ തുടങ്ങണം? 2024 2023 കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ആനുകാലിക സംഭവങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം LGSന്റെ ഈ 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം 2023 2024 ഇടയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ PSC കറണ്ട് അഫയേഴ്സ് മേഖലയിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പറയുന്നതാണ് കണക്ക് അല്ലെങ്കിൽ ഗണിത മേഖല. ഗണിത മേഖലയിലെ ചോദ്യങ്ങൾ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിക്കുക തന്നെ വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഗണിത മേഖലകളിൽ മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശീലിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്നൊന്നുമില്ല, എന്നാലും ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മൾ മാത്സിന് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എല്ലാ ദിവസവും മാത്സ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ സുഹൃത്തുക്കളെ, ഒരാഴ്ചയിൽ 2 ദിവസമെങ്കിലും മാത്സ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഗണിതം വ്യക്തമായിട്ട് അത് പരിശീലിക്കുക തന്നെ വേണം. എഴുതി തന്നെ പഠിക്കണം സുഹൃത്തുക്കൾ. എഴുതി തന്നെ മാത്സ് പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ മറന്നുപോകും. മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? പാഠപുസ്തകത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ. പാഠപുസ്തകം വലിച്ചുവാരി പഠിക്കാതെ അതിൽ ആവശ്യമുള്ള നമ്മുടെ ടോപ്പിക് ബേസിലുള്ള ഒത്തിരി പോയിന്റ്സ് കാണും. അത്തരം പോയിന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആഴ്ചയിൽ ഒരിക്കൽ 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് എഴുതുകയും വേണം. 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ എഴുതുകയും വേണം. അതും എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ PSC എക്സാമിന് എഴുതുന്ന അതുപോലെ തന്നെ ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഇതിനകത്ത് സുഹൃത്തുക്കളെ ഒത്തിരി പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ പഠിക്കണം എന്ന്. ഇതിനകത്ത് ഈ ഒന്നാമത്തെ പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ള 2, 3, 4, 5, 6 നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് അതിനുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ആകുന്നതാണ്. പക്ഷെ ആ ഒന്നാമത് പറഞ്ഞ പോയിന്റ്, അതായത് ആ 2 മണിക്കൂർ പഠിക്കേണ്ട സമയം, അത് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തണം. അത് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ബാക്കി താഴേക്ക് പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ കണ്ടെത്താനുള്ളത് നിങ്ങളുടെ സമയം മാത്രമാണ്. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ പഠനം അങ്ങ് ആരംഭിക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ
LGS 100 Days Challenge ഡേ 1 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച സുപ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നതാണ് ഭരണഘടന. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ അഥവാ വലുതായ ഭരണഘടന എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ അല്ലെങ്കിൽ ഏറ്റവും വലുതായ ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടന എന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടന കേട്ടോ, അതേതാണ്? അമേരിക്കയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഏത് ശുപാർശ പ്രകാരമാണ്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നതിന് കാരണമായ കമ്മിറ്റി എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്ന് ചോദിച്ചാലും ക്യാബിനറ്റ് മിഷൻ ആണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ ആണ്. ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യയിൽ എത്തുന്നത്. പഠിച്ചോളനെ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയതെന്നാണ് 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം പെത്തഫിക് ലോറൻസ്, സ്റ്റാഫോൾഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 3 ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 3 പേരാണ്. ആരൊക്കെയാണ്? പെത്തഫിക് ലോറൻസ്, സ്റ്റാഫോൾഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇതിൽ പെത്തഫിക് ലോറൻസ് അങ്ങ് പഠിച്ചു വെച്ചോളണേ. പെത്തഫിക് ലോറൻസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പെത്തഫിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? പെത്തഫിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് വാൾപോളിന്റേതാണ്. ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആരുടെ സംഭാവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് വാൾപോളിന്റെ സംഭാവനയാണ്. പണ്ട് കാലത്ത് ഒരുപാട് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ട് നമുക്ക് പഠിക്കണം. ക്യാബിനറ്റ് സിസ്റ്റം ആരുടെ സംഭാവന എന്ന് ചോദിച്ചാൽ റോബർട്ട് വാൾപോളിന്റേതാണ്. ഇനി പറയാൻ പോകുന്നത് 4 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് അല്ലെങ്കിൽ തീയതികളാണ്. ഇത് 4 PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതുമാണ്. അതുകൊണ്ട് ഇവ 4 നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് അങ്ങ് പഠിക്കാം. ആ 4 പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ഒന്നാമതാണ്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതെന്നാണ് 1949 നവംബർ മാസം 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 വന്ദേ മാതരം, അതായത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24 അപ്പോ 2 പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചോളുക. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനവും വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതവും ഒരേ ദിവസം തന്നെയാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്. എന്നാണ് 1950 ജനുവരി മാസം 24 പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രാഥമിക സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ മാസം 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രാഥമിക സമ്മേളനം നടന്നത് എന്നാ സുഹൃത്തുക്കളെ? 1946 ഡിസംബർ മാസം 9 ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന് താൽക്കാലിക അധ്യക്ഷത പദവി വഹിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. തെറ്റിപ്പോവല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ ആ സ്ഥിരം സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദും. എന്നാൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം കൂടുന്ന സമയത്ത് അവിടെ ഒരു താൽക്കാലിക അധ്യക്ഷൻ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ താൽക്കാലിക അധ്യക്ഷനായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആരെയാ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് ബി നാഗേന്ദ്ര റാവു ആണ്.
ഒരു 2015 മുമ്പ് ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് ബി നാഗേന്ദ്ര റാവു ആണ്. ഭരണഘടനാ രൂപീകരണ സമിതി അല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. പഠിച്ചോളനെ, ഭരണഘടനാ രൂപീകരണ സമിതി അത് അറിയപ്പെടുന്ന പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കേണ്ട 2 പോയിന്റ്, ഭരണഘടനാ രൂപീകരണ സമിതി അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിന്റെ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കർ ദിനം ഡിസംബർ 6 ആണ്. അംബേദ്കർ ദിനം ഡിസംബർ 6 ആണ്. പഠിച്ചോളെ, അംബേദ്കർ ദിനം ഡിസംബർ 6 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതായിരുന്നു ചോദിച്ചാല് ചിത്രകാരനായിട്ടുള്ള നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ചോദിച്ചാൽ 1930 ജനുവരി മാസം 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുവാൻ തീരുമാനിച്ചത്. പക്ഷെ 1930 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ജനുവരി 26 നമ്മൾ നമ്മുടെ റിപ്പബ്ലിക് ദിനമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? തിരഞ്ഞെടുത്തിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമം എന്ന് ജനാധിപത്യത്തെ നിർവഹിച്ചത് എബ്രഹാം ലിങ്കൻ ആണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് നിർവഹിച്ചത് ആരാണ്? അത് എബ്രഹാം ലിങ്കൻ ആണ്. വീണ്ടും പറയുന്നു, ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് നിർവഹിച്ചത് ആരാണ്? അത് എബ്രഹാം ലിങ്കൻ ആണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളുക സുഹൃത്തുക്കളെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തില് താൽക്കാലിക അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബി നാഗേന്ദ്ര റാവു ആണ്. ഭരണഘടനാ രൂപീകരണ സമിതി, ആ സമിതി അറിയപ്പെടുന്ന പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന. ഇതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ദിനം ഡിസംബർ 6. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കാനുള്ള കാരണം ചോദിച്ചാൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുവാനായിട്ട് കരുതിയിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതിന്റെ സ്മരണാർത്ഥമാണ് ജനുവരി 26 നമ്മൾ എന്താണ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് നിർവഹിച്ച വ്യക്തി ആരാണ്? അത് എബ്രഹാം ലിങ്കൻ ആണ്. ജനാധിപത്യ രാജ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്കായിരിക്കും. പഠിച്ചോളെ, ജനാധിപത്യ രാജ്യം എപ്പോഴും മുൻതൂക്കം നൽകുന്ന എന്തിനായിരിക്കും? ആ രാജ്യത്തെ വ്യക്തികളുടെ അവകാശങ്ങൾക്കായിരിക്കും. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യം പരിഗണന നൽകുന്നതിനെ നിയമവാഴ്ച എന്നറിയപ്പെടുന്നു. ഇതുപോലെ PSC ചോദിച്ചിട്ടുണ്ടേ. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യ പരിഗണന നൽകുക എന്നതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം പരമാധികാരം ആരുടെ കൈകളിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ജനങ്ങളുടെ കൈകളിലാണ് കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ് നൽകിയിരിക്കുന്നത്? ജനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനാണ് വെങ്കിട ചെല്ലയ്യ. പഠിച്ചോളനെ, 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? വെങ്കിട ചെല്ലയ്യായിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് എന്തെന്നാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും അതുപോലെ തന്നെ താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. പഠിച്ചോളനെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോൽ എന്നും വിശേഷിപ്പിക്കുന്നത് ആമുഖത്തിനെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നും ഇന്ത്യയുടെ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിളിക്കുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തെയാണ് കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്നും വിളിക്കപ്പെടുന്നത് എന്തിനെയാണ്? നമ്മുടെ ആമുഖത്തിനെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിനനുസരിച്ച് ഇന്ത്യയൊരു പരമാധികാര സോഷ്യലിസ്റ്റ്
മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഭരണഘടനയുടെ ആമുഖ പ്രകാരം നമ്മുടെ ഇന്ത്യ എന്തെന്നാ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു പരമാധികാരമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ. വീണ്ടും പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മുടെ ഇന്ത്യയെ പറ്റി എങ്ങനെയാ പ്രതിപാദിച്ചിരിക്കുന്നത്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെർക്കുലർ, അവിഭാജ്യത. പഠിച്ചോളനെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങളാണ് സോഷ്യലിസ്റ്റ്, സെർക്കുലർ, അവിഭാജ്യത. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെർക്കുലർ, അതുപോലെ തന്നെ ഏതാണ്? അവിഭാജ്യത. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ജനാധിപത്യ രാജ്യങ്ങൾ മുൻതൂക്കം നൽകുന്നത് എന്തിനാണ്? വ്യക്തികളുടെ അവകാശങ്ങൾക്കാണ്. സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ എല്ലാ പൗരന്മാർക്കും നിയമത്തിനു മുന്നിൽ തുല്യ പരിഗണന നൽകുന്നതിനെയാണ് നിയമവാഴ്ച എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈകളിലാണ്. 2002 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വെങ്കട ചെല്ലയ്യയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്നും അറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നും തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണെന്ന് ചോദിച്ചാൽ അത് ആമുഖത്തെയാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 42ാം ഭേദഗതിയിലൂടെ 1976 കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങൾ ചോദിച്ചാൽ സോഷ്യലിസ്റ്റ്, സെർക്കുലർ, അവിഭാജ്യത. സോഷ്യലിസ്റ്റ്, സെർക്കുലർ, അവിഭാജ്യത എന്നിവയാണ് പഠിക്കുക. ഇന്ത്യയുടെ അധികാര കൈമാറ്റ വിഭജനം കേവലം ഡാഷ് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്? ഉത്തരം 72 ദിവസങ്ങൾ കൊണ്ട്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം 72 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും അതുപോലെ വിഭജനവും എന്ത് ചെയ്തു? 72 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? പൂർത്തിയാക്കി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ നടത്തിയ സൈനിക ഓപ്പറേഷൻ അല്ലെങ്കിൽ നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പോളോ. മറക്കല്ലേ, ഓപ്പറേഷൻ പോളോ എന്നാണ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമി നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പോളോ. എന്താണ്? ഓപ്പറേഷൻ പോളോ. അപ്പൊ ഓപ്പറേഷൻ പോളോ കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിച്ചോളുക, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചതാണ്. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് SK ധർ എന്നുള്ളത്. 1948 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് SK ധർ ആയിരുന്നു. ആരാണ്? ജസ്റ്റിസ് SK ധർ ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ലേബർ പാർട്ടി. പഠിച്ചോളനെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ഏതായിരുന്നു? ലേബർ പാർട്ടി ആയിരുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമാക്കിയ മാനദണ്ഡമാണ് ഭാഷ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമാക്കിയിട്ടുള്ള മാനദണ്ഡം എന്ന് ചോദിച്ചാൽ അത് ഭാഷയാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര സംസ്ഥാനമാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി കമ്മീഷൻ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ആരാണ്? ഫസൽ അലി ആയിരുന്നു. 1956 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയത് ഫസൽ അലി കമ്മീഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 1956 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമായതായിരുന്നു ചോദിച്ചാൽ അത് ഫസൽ അലി കമ്മീഷൻ ആയിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 1956
നവംബർ മാസം 1-ാം തീയതി. ഇതും ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയില് സംസ്ഥാന പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ മാസം 1-ാം തീയതിയായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയുടെ അധികാര കൈമാറ്റവും വിഭജനവും കേവലം 72 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് നടത്തിയ സൈനിക നീക്കം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ പോളോ. 1948 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് SK ധറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ആസ്പദമായ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഭാഷയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 1956 ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്ക് അടിസ്ഥാനമായത് ഫസൽ അലി കമ്മീഷനാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നിലവിൽ വന്നതെന്നാണ് 1956 നവംബർ 1-നാണ് പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വമാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ട് 3-ലാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 3-ലാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു എന്ന് ചോദിച്ചാൽ അത് 6 മൗലിക അവകാശങ്ങളാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചേ. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് ചോദിച്ചാൽ 6 പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഭരണാധിപൻ ഒരു പൗരന്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഭരണാധിപൻ ഒരു പൗരന്റെ സ്വതന്ത്രമായ ചലനത്തെ നിഷേധിക്കുമ്പോൾ പൗരൻ നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ അത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശമാണ് ജീവിക്കുവാനുള്ള അവകാശം. പൗരാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായിട്ടുള്ള അവകാശം എന്ന് ചോദിച്ചാൽ അത് ജീവിക്കുവാനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് 21A ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. ഏതിലൂടെയാണ്? ആർട്ടിക്കിൾ 21A. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് മൊത്തവും പ്രീവിയസ് ആണ്. 2-3 തവണ നമ്മുടെ ഈ വീഡിയോ കാണുക, കണ്ടു പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം ഏക പൗരത്വം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങളെ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ പാർട്ട് 3-ലാണ്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ചോദിച്ചാൽ 6 മൗലിക അവകാശങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണാധിപൻ ഒരു പൗരന്റെ സ്വതന്ത്രമായ ചലനത്തെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ അത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പൗരാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം എന്നറിയപ്പെടുന്നത് ജീവിക്കുവാനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് ആർട്ടിക്കിളിലൂടെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A പഠിക്കുക. ഒരാൾ അറസ്റ്റ് ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ. പഠിച്ചോളണേ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം.
കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതേ ഉള്ളൂ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏത് എന്ന് ചോദിച്ചാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള അവകാശം ഏത് അവകാശത്തിൽ പെടുന്നു? ഉത്തരം നിയമ അവകാശമാണ് കേട്ടോ. അപ്പോൾ സ്വത്ത് സമ്പാദിക്കാനും ആ സമ്പാദിച്ച സ്വത്തിനെ സംരക്ഷിക്കാനുള്ള അവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല, അത് വെറും ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലികാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വത്തവകാശമാണ്. വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഏതിൽ പെടുന്നു? ഉത്തരം നിയമ അവകാശമാണ്. ഇതും പഠിക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നിയമപരമായുള്ള അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലിക അവകാശങ്ങളിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന് അന്തിമ തീർപ്പ് കൽപ്പിക്കുവാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണ്. നല്ലൊരു ചോദ്യമാണ്. മൗലിക അവകാശങ്ങളിലെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ, അതായത് ന്യായമായിട്ടുള്ള കാര്യത്തിനാണോ അല്ലയോ എന്നൊക്കെ അന്തിമ തീർപ്പ് നൽകുന്നത് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ ഏതു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിയിൽ ചോദ്യം ചെയ്യാനാവാത്തതെന്ന് ചോദിച്ചാല് 9ാം പട്ടികയിലുള്ളത് കേട്ടോ. ഭരണഘടനയുടെ ഏതു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്ന പേരില് നമുക്ക് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യാനാവാത്തതെന്ന് ചോദിച്ചാൽ അത് 9ാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളെയാണ്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ നടപ്പാക്കാനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരാണ് റിട്ട്. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിക്കും അതുപോലെ ഹൈക്കോടതിക്കും മാത്രമാണ് കേട്ടോ. റിട്ട് അധികാരമുള്ളത് ഏതൊക്കെ കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതികൾക്കുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള അവകാശം ഏത് അവകാശത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരു നിയമപരമായ അവകാശം മാത്രമാണ്. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എടുത്തുകളഞ്ഞ മൗലിക അവകാശം എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. വോട്ട് ചെയ്യുവാനുള്ള അവകാശം ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ വെറും നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലിക അവകാശങ്ങളിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ന്യായയുക്തമാണോ അല്ലയോ എന്ന അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം സുപ്രീം കോടതികൾക്ക് മാത്രമാണ്. ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളെയാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനം എന്ന കാരണത്താൽ കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അത് 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളാണ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. റിട്ട് അധികാരം ഉള്ളത് ഏതൊക്കെ കോടതികൾക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ് ആണ്. നിയമവിരുദ്ധമായിട്ട് തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് സമർപ്പിക്കുന്ന റിട്ട് ഏതാണ്? അതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുന്നു. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവചിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ നിന്നും വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരമാണ് മാൻഡമസ് എന്നുള്ളത്. വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നിർവഹിക്കുന്നതിൽ പ്രയോഗിക്കാവുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. ഏതാണ്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നൽകാവുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ അതാണ് ക്വോ വാറന്റോ. അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ടാണ് ക്വോ വാറന്റോ.
ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. കേട്ടോ, ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.